ഹലോ, വെൽക്കം ടു മാക്സിയോൺ. HSSTയുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ഓൾജിബ്ര റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഈ ഒരു പാർട്ടിൽ നമ്മൾ ഓൾജിബ്ര റിലേറ്റഡ് ആയിക്കൊണ്ട് നമുക്ക് വളരെ എളുപ്പത്തിൽ സോൾവ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ക്വസ്റ്റ്യനിലേക്ക് കിടക്കുന്നതിന് മുമ്പായിട്ട് മാക്സിയോണിൻ്റെ HSST മാത്സ് ടെസ്റ്റ് സീരീസിനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടുത്താം. മാർച്ച് 25 നമ്മുടെ 30 ദിവസത്തെ ടെസ്റ്റ് സീരീസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് HSST ഓറിയൻറ്റഡ് ആയിട്ടുള്ള മോഡൽ ക്വസ്റ്റ്യൻസും അതേപോലെ തന്നെ നമ്മൾ സ്പെഷ്യലി സ്ട്രക്ചർ ചെയ്തിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുകളും അടങ്ങുന്ന രീതിയിലാണ് നമ്മുടെ ടെസ്റ്റ് സീരീസുകളും നടത്തുന്നത്. അപ്പം അതിൻ്റെ കൂടെ തന്നെ നമുക്ക് മോക്ക് ടെസ്റ്റുകളും അവൈലബിൾ ആയിരിക്കും. കൂടുതൽ ഡീറ്റെയിൽസുകൾ അറിയാൻ വേണ്ടിയിട്ട് ഈ കാണുന്ന കോൺടാക്ട് നമ്പറിലോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ സൈറ്റിലോ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഗ്രൂപ്പ് തിയറിയിലെ ക്വസ്റ്റ്യനാണ് നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത്. G be a group of all 2x2 matrices ABCD under the multiplication where AD minus BC not equal to 0 and ABCD are integers modulo 3. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിട്ടുള്ളത്, നമുക്ക് കണ്ടുപിടിക്കേണ്ടത് ഓർഡർ ഓഫ് G ആണ്. തന്നിട്ടുള്ളത് എന്താണ്? ഗ്രൂപ്പ് നമുക്ക് തന്നിട്ടുള്ളത് G എന്ന് പറയുന്ന ഗ്രൂപ്പ് ജനറൽ ലീനിയർ ഗ്രൂപ്പാണ് അല്ലേ. 2x2 മെട്രിസസ് ആണ്, ഇൻവേർട്ടിബിൾ മെട്രിസസ് ആണ്. വിത്ത് എൻട്രീസ് എവിടെ നിന്നാണ്? ഇൻറ്റിജർ മോഡുലോ 3യിൽ നിന്നാണ് നമുക്ക് വരുന്നത്. അതായത് നമുക്ക് ജനറൽ ലീനിയർ ഗ്രൂപ്പ് നമുക്ക് GL of 2Z3 ആണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ GL of 2Z3 ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഓർഡർ എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? ഇപ്പം ഓർഡർ ഓഫ് ഗ്രൂപ്പ് അതായത് G എന്ന് പറയുന്നത് നമുക്ക് GLNZP ആണെങ്കിൽ ഓർഡർ ഓഫ് G എന്ന് പറയുന്നത് എന്തായിരിക്കും? P raised to n minus 1 ഇൻറ്റു P raised to n minus P raised to n minus 2 എന്നിങ്ങനെ വന്നിട്ട് നമുക്ക് എന്ത് വരുന്നുണ്ടാവും? P raised to n minus 1 എന്നുള്ള രീതിയിലായിരിക്കും നമ്മുടെ ഓർഡർ നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഇവിടെ നമുക്ക് GLNZ3 ആണ് പ്രൈം ആയിട്ട് നമുക്ക് വരുന്നത് എത്രയാണ്? 3 ആണ്. n ആയിട്ട് നമുക്ക് വരുന്നത് 2 ആണ്. അപ്പോൾ ഓർഡർ ഓഫ് G എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ഓർഡർ ഓഫ് G ആയിട്ട് നമുക്ക് വരുന്നത് 3² - 3 ഇൻറ്റു 3² - 1 എന്നായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ 3² - 3 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6ഉം 3² - 1 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 8ഉം ആയിരിക്കും. 6 × 8 48 ആയിരിക്കും നമ്മുടെ ഗ്രൂപ്പിൻ്റെ ഓർഡർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. സോ ഓപ്ഷൻ C ഈസ് ദ റൈറ്റ് ആൻസർ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഹോമോമോർഫിസമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടൊരു ചോദ്യമാണ്. ലെറ്റ് S3 ബി ദ പെർമ്യൂട്ടേഷൻ ഗ്രൂപ്പ് ഓൺ 1 2 3. Then there exists a non-trivial group homomorphism F from S3 to S3 such that, അതായത് നോൺ ട്രിവിയൽ ഹോമോമോർഫിസം അവിടെ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ കേണൽ ഈ പറയുന്നതിൽ എന്താവാനാണ് സാധ്യത എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഇവിടെ F എന്ന് പറയുന്ന ഹോമോമോർഫിസം S3യിൽ നിന്നും S3യിലോട്ട് ഡിഫൈൻ ചെയ്തിട്ടുള്ള ഹോമോമോർഫിസം ആണ്. അപ്പോൾ നമ്മളൊരു കേണൽ എടുത്തു കഴിഞ്ഞാൽ കേണൽ എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കും? നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ. ഇപ്പോൾ കേണൽ ഓഫ് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾവേസ് ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ കേണൽ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയതുകൊണ്ട് തന്നെ S3യുടെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. നമ്മുടെ കേണലായിട്ട് നമുക്ക് വരുന്നുണ്ടാവുക S3യുടെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ F നോൺ ട്രിവിയൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോൺ ട്രിവിയൽ ആയിട്ടുള്ള ഹോമോമോർഫിസം ആണ്. അപ്പം നോൺ ട്രിവിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും വരുന്നുണ്ടാവുക? കേണൽ ഓഫ് F എന്ന് പറയുന്നത് ഐഡൻറ്റിറ്റി ആയിരിക്കില്ല, S3 ആയിരിക്കില്ല. അതായത് F നോൺ ട്രിവിയൽ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന കേണൽ എന്തായിരിക്കും? S3 ആയിരിക്കും വരുന്നുണ്ടാവുക. F നോൺ ട്രിവിയൽ ആയതുകൊണ്ട് തന്നെ നമുക്ക് കേണൽ എന്ന് പറയുന്നത് എന്തായിരിക്കില്ല? S3 ആവില്ല എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് S3യുടെ നോർമൽ സബ് ഗ്രൂപ്പുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ S3ക്ക് നമുക്ക് 3 നോർമൽ സബ് ഗ്രൂപ്പുകളായിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. അപ്പോൾ S3 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ S3ക്ക് അകത്തുള്ള നോർമൽ സബ് ഗ്രൂപ്പുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? ഒന്ന് ഐഡൻറ്റിറ്റി വരുന്നുണ്ടാവും, മറ്റൊന്ന് A3 വരുന്നുണ്ടാവും, പിന്നെ നമുക്ക് S3 നമുക്ക് വരുന്നുണ്ടാവും. അപ്പം നോൺ ട്രിവിയൽ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്തായിരിക്കും? S3 നമുക്ക് ക്യാൻസൽ ചെയ്യാം. അപ്പോൾ നമ്മുടെ കേണലിൻ്റെ പോസിബിലിറ്റി എന്ന് പറയുന്നത് കേണൽ ഓഫ് F എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നമുക്ക് എന്തായിരിക്കും? ഐഡൻറ്റിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ നമുക്ക് A3 ആയിരിക്കും വരുന്നുണ്ടാവുക. ഈ 2 പോസിബിലിറ്റിയാണ് നമ്മുടെ കയ്യിലുള്ളത്. അപ്പോൾ A3ക്കകത്ത് ഉണ്ടാവുന്നത് എന്തായിരിക്കും? അപ്പോൾ ഒന്നെങ്കിൽ ഐഡൻറ്റിറ്റി അല്ലെങ്കിൽ A3. ഇപ്പോൾ A3ക്കകത്ത് ഉണ്ടാവുന്നത് നമുക്ക് ഈവൻ പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷൻ ആയിരിക്കും നമുക്ക് A3ക്കകത്ത് നമുക്ക് ഉണ്ടാവുക. അപ്പോൾ ഒരിക്കലും നമുക്ക് കേണൽ നമുക്ക് എന്തായിരിക്കില്ല? നമുക്ക് കേണൽ ഓഫ് F 1 to E ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. കാരണം 1 to Eയുടെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഈവൻ പെർമ്യൂട്ടേഷൻ അല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈവൻ പെർമ്യൂട്ടേഷനുകളുടെ കളക്ഷൻ അല്ലാത്തത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? ഓപ്ഷൻ A നമുക്ക് ഒഴിവാക്കാം എന്ന് പറയാം. ഇനി അതേപോലെ തന്നെ നമുക്ക് ഈ ഓപ്ഷൻ സിയുടെ കേസിലേക്ക് വരികയാണെങ്കിൽ
അവിടെ നമുക്ക് 1 2 അവിടെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ 1 2 ഒരു ഈവൻ പെർമ്യൂട്ടേഷൻ അല്ലാത്തത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് സിയും നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഓപ്ഷൻ എയും സിയും നമുക്ക് ഒഴിവാക്കാം. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വന്നു കഴിഞ്ഞാൽ അതാണ് നമ്മുടെ A3 ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഈ A3നെ സംബന്ധിച്ച് നോക്കുമ്പോൾ എപ്പോഴും നമുക്ക് കേണൽ A3 ആണ് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവില്ല. ഇപ്പം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ എഫ് ഓഫ് എക്സ് ആയിട്ട് നമ്മൾ എടുക്കുന്നത് എക്സ് ആണ് നമ്മൾ എടുക്കുന്നതെന്ന് വിചാരിക്കാം. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ആണ് നമ്മൾ എടുക്കുന്നത്, അല്ലെങ്കിൽ കേണൽ എന്താവാം, ഐഡന്റിറ്റി ആവാനുള്ളൊരു പോസിബിലിറ്റി അവിടെ ഉണ്ട്. അതിന് നമുക്ക് എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുത്താൽ മതി. എഫ് ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് എടുത്തു കഴിഞ്ഞാൽ അവിടെ നമുക്ക് കേണലായിട്ട് വരുന്ന എന്തായിരിക്കും, നമുക്ക് ഐഡന്റിറ്റി ആയിരിക്കും കേണലായിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. അപ്പോൾ ഐഡന്റിറ്റി കേണലായിട്ട് വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, നമുക്ക് എപ്പോഴും നമുക്ക് A3 ആയിരിക്കും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഓപ്ഷൻ ബി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ ഈ തന്നതിൽ വെച്ചിട്ട് നൺ ഓഫ് ദി എബോ ആയിരിക്കും നമുക്ക് ട്രൂ ആയിട്ട് വരുന്നുണ്ടാവാം. സോറി, ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ദർ എക്സിസ്റ്റ് എന്നാണ്. ദെൻ ദർ എക്സിസ്റ്റ് എ നോൺ ട്രിവിയൽ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ ഒരു നോൺ ട്രിവിയൽ എക്സിസ്റ്റ് ചെയ്യാം. അവിടെ നമുക്ക് വരുന്നുണ്ടാവുക എന്താണ്, നമുക്ക് കേണൽ A3 ആവുന്ന രീതിയിൽ നമുക്ക് എന്ത് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, നമുക്കൊരു ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും അല്ലേ. കേണൽ S3 ആവുന്ന രീതിയിൽ A3 ആവുന്ന രീതിയിൽ നമുക്കൊരു ഹോമോമോർഫിസം നമുക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവും. സോ ഓപ്ഷൻ ബി ആണ് നമുക്ക് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇഫ് K ഈസ് ദ കേണൽ ഓഫ് എ ഗ്രൂപ്പ് ഹോമോമോർഫിസം F ഫ്രം G ടു H, ദെൻ വിച്ച് ഈസ് നോട്ട് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കേണലിൻ്റെ കാര്യമാണ് പറയുന്നത്. കേണൽ എന്താണ്, അതായത് K എന്ന് പറയുന്ന കേണൽ ആണെങ്കിൽ നമുക്ക് കേണലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ളത് K എന്ന് പറയുന്നത് അബീലിയൻ ആവണം, അല്ലെങ്കിൽ അബീലിയൻ സബ് ഗ്രൂപ്പ് ഓഫ് G ആണെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പം നമുക്ക് ഈ നമ്മുടെ അബീലിയൻ ആവണം, അല്ലെങ്കിൽ കേണൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ കേണൽ എപ്പോഴും നമുക്ക് അബീലിയൻ ആവണം എന്ന് നമുക്ക് നിർബന്ധമില്ല. കേണൽ നമുക്ക് അബീലിയൻ ആവാം, ആവാതിരിക്കാം. അവിടെ നോർമൽ സബ് ഗ്രൂപ്പ് ആവണമെന്നേ ഉള്ളൂ. എല്ലാ നോർമൽ സബ് ഗ്രൂപ്പുകളും നമുക്ക് അബീലിയൻ ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. സോ ഓപ്ഷൻ എ നമുക്ക് നോട്ട് ട്രൂ ആയതുകൊണ്ട്, അതായത് എപ്പോഴും നമുക്ക് ട്രൂ ആണെന്ന് പറയാൻ പറ്റില്ല. സോ ഓപ്ഷൻ എ നമുക്ക് കറക്റ്റ് ആൻസർ ആയിട്ട് തന്നെ നമുക്ക് പറയാം. ഇനി ബാക്കിയുള്ള ഓപ്ഷൻസുകൾ നമ്മൾ നോക്കുകയാണെങ്കിൽ K ഈസ് എ നോർമൽ സബ് ഗ്രൂപ്പ് ഓഫ് G. ഒരു കേണൽ എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് എന്തായിരിക്കും, ഗ്രൂപ്പിൻ്റെ ഒരു നോർമൽ സബ് ഗ്രൂപ്പ് ആയിരിക്കും. അപ്പോൾ എന്താണ്, ഈ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് ട്രൂ ആണ്, പക്ഷേ ഓപ്ഷൻ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാൻ പറ്റും. ഇനി K ഈക്വൽ ടു ഐഡന്റിറ്റി ഫോർ സം ഹോമോമോർഫിസം നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഐഡന്റിറ്റി വരുന്ന രീതിയിലേക്ക് നമുക്ക് കേണൽ ഐഡന്റിറ്റി വരുന്ന രീതിയിൽ നമുക്ക് എന്ത് വരും, ഹോമോമോർഫിസം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കതൊരു ട്രൂ സ്റ്റേറ്റ്മെൻ്റ് ആണ്. ആൻഡ് K ഈക്വൽ ടു G, നമുക്ക് കേണൽ എന്ന് പറയുന്നത് സെയിം ഗ്രൂപ്പ് ആയി കഴിഞ്ഞാൽ നമുക്ക് എന്തായിട്ട് മാറും, അവിടെ നമ്മുടെ ഹോമോമോർഫിസം ട്രിവിയൽ ഹോമോമോർഫിസം ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. അപ്പോൾ ഈ സ്റ്റേറ്റ്മെൻറ്റുകളൊക്കെ ട്രൂ ആണ്, പക്ഷേ നമ്മളോട് ചോദിച്ചിട്ടുള്ളത് നോട്ട് ട്രൂ ആയതുകൊണ്ട് ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് പെയർസ് ഓഫ് ഗ്രൂപ്പ്സ് ആർ ഐസോമോർഫിക് ടു ഈച്ച് അതർ? ഇവിടെ പരസ്പരം ഐസോമോർഫിക് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സുകൾ, ഗ്രൂപ്പുകൾ ഏതാണെന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഒന്നാമതായിട്ട് Z പ്ലസ് Q പ്ലസുമാണ്. റാഷണൽ നമ്പേഴ്സ് അണ്ടർ അഡീഷനും Z അണ്ടർ അഡീഷനുമാണ് നമുക്ക് നോക്കേണ്ടതായിട്ട് വരുന്നത്. അപ്പോൾ ഈ റാഷണൽ നമ്പേഴ്സുകളും അതേപോലെ തന്നെ നമുക്ക് ഇൻറ്റിജേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ ഇൻറ്റിജേഴ്സ് എന്താ പറയുന്ന ഈ ഒരു ഗ്രൂപ്പ് നമുക്ക് എന്താണ്, സൈക്ലിക് ആയിട്ടുള്ള ഗ്രൂപ്പാണ്. റാഷണൽ നമ്പേഴ്സ് എന്ന് പറയുന്ന ഗ്രൂപ്പ് ഒരു നോൺ സൈക്ലിക് ഗ്രൂപ്പാണ്. നമുക്ക് രണ്ട് സ്ട്രക്ചേഴ്സ് ഐസോമോർഫിക് ആണെങ്കിൽ അവരെല്ലാ പ്രോപ്പർട്ടികളും സെയിം ആയിരിക്കും, അല്ലെങ്കിൽ അവർ കാണിക്കുന്ന സ്ട്രക്ചറുകളൊക്കെ സെയിം സ്ട്രക്ചർ ആയിരിക്കും, സെയിം പ്രോപ്പർട്ടികളായിരിക്കും കാണിക്കുന്നുണ്ടാവാം. അപ്പോൾ ഇത് തമ്മിൽ ഐസോമോർഫിക് ആയിരുന്നെങ്കിൽ Z ഓൾറെഡി സൈക്ലിക് ആയതുകൊണ്ട് Qയും സൈക്ലിക് ആവും. പക്ഷേ ഇവർ രണ്ടുപേരുടെയും നാച്ചർ ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ ഐസോമോർഫിക് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇനി നമുക്ക് എന്താണ് അടുത്ത, നമുക്ക് R പ്ലസും R പ്ലസ് ഡോട്ടും, അതായത് മൾട്ടിപ്ലിക്കേഷനുമാണ് നമുക്ക് വേണ്ടത്. അപ്പം റിയൽ നമ്പേഴ്സ് അണ്ടർ അഡീഷനും പോസിറ്റീവ് റിയൽ നമ്പേഴ്സ് അണ്ടർ മൾട്ടിപ്ലിക്കേഷനുമാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇത് നമുക്കൊരു ഐസോമോർഫിസം ആയിരിക്കും. നമുക്ക് ആറിൽ നിന്നും R പ്ലസിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അതായത് നമുക്കൊരു ഫൈ എന്ന് പറയുന്നൊരു ഫംഗ്ഷൻ നമുക്ക് R പ്ലസിൽ നിന്നും R പ്ലസ് മൾട്ടിപ്ലിക്കേഷനിലോട്ട് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. സച്ച് ദാറ്റ് ഫൈ ഓഫ് എക്സ് ഈക്വൽ ടു ഇ റൈസ് ടു എക്സ് എന്നുള്ള രീതിയിൽ നമുക്കൊരു ഐസോമോർഫിസം പോസിറ്റീവ് റിയൽ നമ്പേഴ്സിലേക്ക് നമുക്ക് ഡിഫൈൻ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇതൊരു ഐസോമോർഫിസം ആയിരിക്കും. ഇതൊരു ഐസോമോർഫിസം ആയതുകൊണ്ട് തന്നെ ഇവർ തമ്മിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവർ തമ്മിൽ ഐസോമോർഫിസം എക്സിസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ രണ്ട് സ്ട്രക്ചേഴ്സുകളും എന്തായിരിക്കും, ഐസോമോർഫിക് ആയിരിക്കും. ഓപ്ഷൻ ബി നമുക്ക് ട്രൂ ആണെന്ന് കിട്ടുന്നുണ്ടാവും. ഇനി ഓപ്ഷൻ സിയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓഫ് Z3യും ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓഫ് Z10 ആണ് നമുക്ക് നോക്കേണ്ടത്. അപ്പം ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓഫ് ZN എന്ന് പറയുന്നത് എന്താണ്, ഐസോമോർഫിക് ടു U ഓഫ് N ആണ്.
അപ്പോൾ ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓഫ് Z3 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ Z3 ഈസ് ഐസോമോർഫിക് ടു U(3) ആയിരിക്കും. അതേപോലെ തന്നെ ഓട്ടോമോർഫിസം ഗ്രൂപ്പ് ഓഫ് Z10 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഐസോമോർഫിക് ടു എന്തായിരിക്കും U(10) ആയിരിക്കും. ഈ U3-ക്കകത്തുള്ള എലമെൻസുകളുടെ എണ്ണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ U3-ക്കകത്ത് അല്ലെങ്കിൽ U(3)-ക്കകത്തുള്ള എലമെൻസുകളുടെ എണ്ണം നമുക്ക് φ(n) അതായത് 2 ആയിരിക്കും വരുന്നുണ്ടാവുക. ഇനി U(10)-നകത്തുള്ള നമ്പർ ഓഫ് എലമെൻസുകളുടെ എണ്ണം എത്രയായിരിക്കും? നമുക്ക് φ(10) ആണ്. φ(10) എന്ന് പറഞ്ഞാൽ 4 ആണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ രണ്ട് സ്ട്രക്ചറുകളും അല്ലെങ്കിൽ രണ്ട് ഗ്രൂപ്പുകളും ഡിഫറെൻറ്റ് ഓർഡറുള്ള ഗ്രൂപ്പുകളാണ്. അപ്പോൾ ഈ ഡിഫറെൻറ്റ് ഓർഡറുള്ള ഗ്രൂപ്പുകളെ സംബന്ധിച്ചിടത്തോളം അവർ ഐസോമോർഫിക് ആയിരിക്കില്ല. സോ ഓപ്ഷൻ നമുക്ക് എന്തായിരിക്കും? ബി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. റിങ്ങുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. Let R be the ring of all 2x2 matrices over the integers and S is equal to the matrices A0, B0. അങ്ങനെയാണെങ്കിൽ ഈ എസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് ഐഡിയൽ ആണോ റൈറ്റ് ഐഡിയൽ ആണോ എന്നാണ് നമ്മൾ ചെക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഓൾറെഡി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒറ്റയടിക്ക് നമുക്ക് എന്ത് പറയാം? ഇത് ലെഫ്റ്റ് ഐഡിയൽ ആണെന്ന് നമുക്ക് പറയാം. എന്നാലും നമുക്കതൊന്ന് പ്രൂവ് ചെയ്യാം. ഇപ്പോൾ A0, B0 നമ്മൾ എടുത്തു. നമ്മൾ എടുക്കുന്നത് റിംഗ് എന്ന് പറയുന്നത് എന്താണ്? 2x2 മെട്രിസസ് ഓവർ ഇൻറ്റിജേഴ്സ് ആണ്. അപ്പം 2x2 മെട്രിസസ് നമ്മൾ എടുക്കുമ്പോൾ നമുക്ക് ഇൻ ജനറൽ നമുക്കൊരു XYZW എന്നുള്ള രീതിയിൽ നമുക്ക് എടുക്കാം. അതെടുത്തു കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എന്തായിരിക്കും? AX, AY, അതേപോലെ തന്നെ നമുക്ക് എന്ത് വരുന്നുണ്ടാവും? BX, BY എന്നുള്ള രീതിയിലായിരിക്കും നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ ഇത് എവിടെ ഇല്ല? എസിനകത്ത് നമുക്കില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് AR നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം AR ഡസിൻ ബിലോങ്സ് ടു നമ്മുടെ I ആയതുകൊണ്ട് ഇത് എന്തായിരിക്കില്ല? റൈറ്റ് ഐഡിയൽ ആയിരിക്കില്ല. ഇറ്റ് ഈസ് നോട്ട് എ റൈറ്റ് ഐഡിയൽ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമുക്ക് ഇതാണെങ്കിലോ നമുക്ക് തിരിച്ച് നമുക്ക് ലെഫ്റ്റ് ഐഡിയലിൻ്റെ കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ ലെഫ്റ്റ് ഐഡിയലിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് XYZW നമുക്ക് എടുക്കാം. XYZWനെ നമുക്ക് A0, B0 കൊണ്ട് നമ്മൾ ഓപ്പറേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? XA0 ZA അല്ലെ, ZA വരും, ZA0. ഇതെവിടെ ഉണ്ടാവും? എസിനകത്ത് നമുക്ക് ഉണ്ടാവും. അപ്പം അതുകൊണ്ട് തന്നെ ഇതെന്തായിരിക്കും? ഒരു ലെഫ്റ്റ് ഐഡിയൽ ആയിരിക്കും എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ റൈറ്റ് ഐഡിയൽ അല്ല, പകരം ലെഫ്റ്റ് ഐഡിയൽ ആണ്. സോ എസ് ഈസ് ലെഫ്റ്റ് ഐഡിയൽ ബട്ട് നോട്ട് റൈറ്റ് ഐഡിയൽ എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഇതാണ് നമുക്ക് ഐഡിയലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഈ ഒരു ക്വസ്റ്റ്യൻ നമുക്ക് പറയാനുള്ളത്. ഇനി നമുക്ക് അടുത്തൊരു ചോദ്യം എടുക്കാം. R is a ring such that A² equal to A. A² equal to A ആയിട്ടുള്ള റിംഗ് ആണ്. ഫോർ ഓൾ A belongs to R. അപ്പോൾ അത്തരത്തിലുള്ള റിങ്ങിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ബൂളിയൻ റിംഗ്. അപ്പോൾ R എന്ന് പറയുന്നത് ഒരു ബൂളിയൻ റിംഗ് ആണ്. ആൻഡ് ക്യാരക്ടറിസ്റ്റിക് ഓഫ് R ആണ് ചോദിച്ചിട്ടുള്ളത്. ബൂളിയൻ റിങ്ങിൻ്റെ ക്യാരക്ടറിസ്റ്റിക് ആണ് പറയേണ്ടത്. ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബൂളിയൻ റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വരുന്നത് എന്തായിരിക്കും? ക്യാരക്ടറിസ്റ്റിക് ഓഫ് ബൂളിയൻ റിംഗ് എന്ന് പറയുന്നത് 2 ആയിരിക്കും. ഓൾവേസ് 2. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. അടുത്തത് നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. എഫ് ഈസ് എ ഫീൽഡ് ദെൻ ഇറ്റ്സ് ഓൺലി ഐഡിയൽസ് ആർ. എഫ് നമുക്ക് ഫീൽഡ് ആണെങ്കിൽ അതിൻ്റെ ഐഡിയൽസ് എന്ന് പറയുന്നത് എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? എഫും സീറോയും മാത്രമായിരിക്കും അതിൻ്റെ ഐഡിയൽസ് ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവാം. നമ്മളിത് ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ ഐഡിയൽസുകൾ 2 മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ളത്. അപ്പം ഡയറക്റ്റ് ആയിട്ട് തന്നെ നമുക്ക് പറയാം, ഒരു ഫീൽഡിനെ സംബന്ധിച്ചിടത്തോളം അവിടുത്തെ ഐഡിയലുകൾ എന്ന് പറയുന്നത് ഒന്നെങ്കിൽ എഫ് അല്ലെങ്കിൽ സീറോ. ഇത് രണ്ടും ഐഡിയൽസുകൾ മാത്രമേ നമുക്ക് എഫിനകത്ത് നമുക്ക് ഒരു ഫീൽഡിനകത്ത് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ടാവുള്ളൂ. അടുത്തത് നമുക്കൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. ഡയറക്റ്റ് ആയിട്ട് പറയാൻ പറ്റുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. C01 be the set of all continuous real valued functions defined on 01. Then C01 with respect to the operation നമുക്ക് ഫംഗ്ഷനുകളുടെ ഓപ്പറേഷൻസ് f plus g of x എന്ന് പറയുന്നത് f of x plus g of x ഉം FG of x എന്ന് പറയുന്നത് f of x into g of x ആണ് പറഞ്ഞിട്ടുള്ളത്. ഇതെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്? കമ്മ്യൂട്ടേറ്റീവ് റിംഗ് ആണോ, കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണോ, അല്ലെങ്കിൽ നോൺ കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണോ, വിത്തൗട്ട് യൂണിറ്റി ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇവിടെ C01 എന്ന് പറഞ്ഞാൽ സെറ്റ് ഓഫ് ഓൾ കണ്ടിന്യൂസ് ഫംഗ്ഷൻസ്, റിയൽ വാല്യൂഡ് ഫംഗ്ഷൻസ് ആണ്. ഇതെന്തായിരിക്കും? ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആയിരിക്കും എന്നുള്ള കാര്യം നമുക്കറിയാം അല്ലേ? ഫംഗ്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. അപ്പോൾ ഫംഗ്ഷനുകളെ സംബന്ധിച്ചിടത്തോളം ഫംഗ്ഷൻ എന്ത് ചെയ്യുന്നുണ്ടാവും? അപ്പോൾ FG of x എന്ന് പറയുന്നത് നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് f of x into g of x എന്നാണ്. അവിടെ നമ്മൾ എടുക്കുന്നത് ഓവർ 01 ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം? തിരിച്ചും നമുക്ക് g of x into f of x എന്ന് പറയുന്നുണ്ടാവും. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ആണെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ്. അതുമാത്രമല്ല നമുക്ക് എന്തായിരിക്കും? അവിടെ നമുക്ക് യൂണിറ്റി വരുന്നുണ്ടാവും. ഇപ്പോൾ f of x equal to 1 എടുത്തു കഴിഞ്ഞാൽ അതെന്തായിരിക്കും? നമുക്ക് യൂണിറ്റി ആയിട്ട് ആക്റ്റും ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ഒരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ്. സോ ഓപ്ഷൻ എ റൈറ്റ് ആൻസർ ആണ്. സിമ്പിളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു എക്സാമ്പിൾ ആണ്. നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളൊരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഇതൊരു കമ്മ്യൂട്ടേറ്റീവ് റിംഗ് വിത്ത് യൂണിറ്റി ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും.
ഇനി നമുക്ക് ലീനിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ ചോദ്യം ഇതാണ്, v1 v2 v3 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സ് ഇൻ എ വെക്ടർ സ്പേസ് വി ഓവർ ദ ഫീൽഡ് എഫ്. അപ്പോൾ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് വെക്ടേഴ്സ് ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇഫ് v3 ഈസ് നോട്ട് ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 ആൻഡ് v2, അതായത് v3 എന്ന് പറയുന്നത് v1ൻ്റെയും v2ൻ്റെയും ലീനിയർ കോമ്പിനേഷൻ അല്ല എങ്കിൽ നമുക്ക് v1 ഈസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് v2 ആൻഡ് v3 നമുക്ക് പറയാൻ പറ്റും. നമുക്ക് ഒബ്വിയസ്ലി നമുക്കിവിടെ പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. കാരണം v1 v2 v3 ഈ മൂന്നെണ്ണം എന്താണ്, നമുക്ക് ഇവിടെ v1 v2 v3 ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് പറഞ്ഞതുകൊണ്ട് നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റില്ല, നമുക്കിവിടെ എപ്പോഴും നമുക്ക് ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. ഇപ്പം നമുക്ക് v1 ഈക്വൾ ടു 0യും v2 ഈക്വൾ ടു 0യും v3 സം ഏതെങ്കിലും ഒരു വെക്ടർ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റില്ല, v1നെ v2ൻ്റെയും v3ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനായിട്ട് പറ്റില്ല. പക്ഷേ v1 v2 v3 ലീനിയർലി ഡിപ്പെൻഡൻറ്റും ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാൻ പറ്റും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കില്ല. അപ്പോൾ v3 ഈസ് നോട്ട് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1ഉം v2 ആണ്. അപ്പോൾ v3 എന്ന് പറയുന്നത് v1ൻ്റെയും v2ൻ്റെയും ലീനിയർ കോമ്പിനേഷനും അല്ല. അപ്പോൾ ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ മൂന്ന് വെക്ടേഴ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്കിത് എന്തായിരിക്കും, നമുക്ക് പോസിബിൾ ആയിരിക്കില്ല. ഇനി അടുത്ത് നമുക്ക് വരികയാണെങ്കിൽ ഓപ്ഷൻ ബി എന്ന് പറയുന്നത് ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. ഇപ്പോൾ ഡയമെൻഷൻ ഓഫ് വി എപ്പോഴും ലെസ് ദാൻ ഓർ ഈക്വൽ ടു 2 ആണോ എന്നുള്ളതാണ് നമുക്ക് നോക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ R3 നമ്മൾ കൺസിഡർ ചെയ്യാം. R3ക്കകത്ത് നമുക്ക് മൂന്ന് വെക്ടേഴ്സുകൾ എടുക്കാം. 1 0 0 എടുത്തു, 2 0 0 എടുത്തു, 0 1 0 എടുത്തു. ഇങ്ങനെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ v1ഉം v2ഉം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. മൂന്നും കൂടെ എടുത്താൽ ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റും, v3നെ നമുക്ക് v1ൻ്റെയും v2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ ആ കണ്ടീഷനിലുള്ള മൂന്ന് വെക്ടേഴ്സുകൾ നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ R3ക്കകത്ത് ഈ കണ്ടീഷൻസുകളൊക്കെ സാറ്റിസ്ഫൈ ചെയ്യുന്ന മൂന്ന് വെക്ടേഴ്സുകൾ നമ്മൾ എടുത്തു. ഇതാണല്ലോ നമ്മുടെ v. അപ്പോൾ ഇതിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് 3 ആണ്. പക്ഷേ നമ്മളോട് ചോദിച്ചുള്ളത് ഓൾവേസ് ലെസ് ദാൻ ഈക്വൽ ടു 2 ആവണം, അങ്ങനെ നമുക്ക് നിർബന്ധമൊന്നുമില്ല. നമുക്ക് എന്താവാം, ഡയമെൻഷൻ ഓഫ് വി എന്ന് പറയുന്നത് ലെസ് ദാൻ ഈക്വൽ ടു 3യും ആവാം എന്ന് നമുക്ക് പറയാം. ഇനി മൂന്നാമത്തത് സി മസ്റ്റ് ബി എ 0 വെക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സി 0 വെക്ടർ ആവണം നിർബന്ധമുണ്ടോ എന്നുള്ളത്. ഇപ്പോൾ സി 0 വെക്ടർ ആയിക്കഴിഞ്ഞാൽ ഇപ്പം നമ്മൾ നോക്കുക, അപ്പോൾ സി എന്ന് പറയുന്നത് ഇപ്പോൾ v3 നമ്മൾക്കിപ്പം ഒരു 0 വെക്ടർ നമുക്ക് എടുക്കാം. v3 നമുക്കിപ്പോൾ 0 ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്താണ്, v3 അല്ലെങ്കിൽ നമ്മൾ 0 ആവണം എന്നുള്ള രീതിയിൽ എടുക്കണ്ട. നമ്മൾ എന്ത് ചെയ്യാം, നമുക്ക് മുന്നേ പറഞ്ഞിട്ടുള്ളേ ഇപ്പം ഈ ഒരു രീതിയിൽ നമ്മൾ വെക്ടേഴ്സ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 0 0 a എന്നുള്ള രീതിയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്കിവിടെ v3 നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ v3 എപ്പോഴും 0 വെക്ടർ ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. v3 ക്യാൻ ബി എനി വെക്ടർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി അപ്പോൾ നമുക്ക് നാലാമത്തെ ഓപ്ഷൻ ആയിരിക്കും ട്രൂ, v1 ആൻഡ് v2 ഇസ് ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്നാണ് നമ്മുടെ ചോദ്യം. v1 ആൻഡ് v2 ആർ ലീനിയർലി ഡിപ്പെൻഡൻറ്റ് എന്നുള്ളതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പോൾ v1ഉം v2 എന്താണ്, ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ v1ഉം v2 നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ v1ഉം v2 നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണെന്ന് ഇങ്ങനെ പറയാം. ഇവിടെ നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ ഇവ മൂന്നും ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയതുകൊണ്ട് തന്നെ നമുക്കൊരു c1 v1 പ്ലസ് c2 v2 പ്ലസ് c3 v3 ഈക്വൽ ടു 0 എന്ന് നമുക്ക് പറയാം. അവിടെ നമുക്ക് എന്തായിരിക്കണം, എല്ലാം 0 അല്ലാത്ത രീതിയിൽ അല്ലേ, നോട്ട് ഓൾ, അതായത് c1 c2 c3 നോട്ട് ഓൾ 0, എല്ലാം 0 അല്ലാത്ത രീതിയിൽ നമുക്ക് എന്ത് കണ്ടുപിടിക്കാനായിട്ട് പറ്റും, നമുക്ക് c1 c2 c3 നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ c3 0 അല്ല നമ്മൾ എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ c3 നോട്ട് ഈക്വൽ ടു 0 നമ്മൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും, v3നെ നമുക്ക് എങ്ങനെ എഴുതാം, മൈനസ് c1 ബൈ c3 v1 മൈനസ് c2 ബൈ c3 v2 എന്ന് നമുക്ക് എഴുതാനായിട്ട് പറ്റുന്നുണ്ടാവും. അപ്പോൾ ഇവിടെ ഇതിൽ നമുക്ക് എന്ത് പറയാം, v3നെ നമുക്ക് v1ൻ്റെയും v2ൻ്റെയും ലീനിയർ കോമ്പിനേഷനായിട്ട് എഴുതാം എന്നുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത് അല്ലേ, ആ രീതിയിലേക്ക് മാറും. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓൾറെഡി എന്ത് പറഞ്ഞിട്ടുണ്ട്, v3 ഈസ് നോട്ട് ലീനിയർ കോമ്പിനേഷൻ ഓഫ് v1 v2 എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റും, അത് നമുക്ക് പോസിബിൾ അല്ല, അതൊരു കോൺട്രഡിക്ഷൻ ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ c3 എന്തായിട്ട് മാറും, 0 ആയിട്ട് നമ്മൾ എടുക്കാം. അപ്പോൾ c3 0 ആണെങ്കിൽ എന്താ സംഭവിക്കുക, ഈ ഒരു റിലേഷൻ നമുക്ക് എങ്ങനെ മാറും, c1 v1 പ്ലസ് c2 v2 ഈക്വൽ ടു 0 നമുക്ക് കിട്ടുന്നുണ്ടാവും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് പറയാം, v1ഉം v2 നമുക്ക് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ് എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. സോ ഓപ്ഷൻ ഡി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെറ്റ്
ഫോംസ് എ ബേസിസ് ഓഫ് R2. ഇവിടെ തന്നിട്ടുള്ളതിൽ R2ൻ്റെ ബേസിസ് ആയിട്ടുള്ളത് ഏതാണെന്നുള്ളതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ R2ൻ്റെ ബേസിസ് ആവണം എന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ട് വെക്ടേഴ്സുകൾ പരസ്പരം ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? R2ൻ്റെ ബേസിസ് ആണെന്ന് പറയാം. അപ്പോൾ മൂന്നാമത്, അതായത് ഇതിൻ്റെ മാക്സിമം ഡയമെൻഷൻ നമുക്ക് വരുന്നത് എന്തായിരിക്കും? ഡയമെൻഷൻ എന്ന് പറയുന്നത് 2 ആയിരിക്കും. അപ്പോൾ രണ്ടിൽ കൂടുതലുള്ളത് നമുക്ക് എന്തായാലും ബേസിസ് ആവില്ല. അപ്പോൾ ഓപ്ഷൻ സി നമുക്ക് ഒഴിവാക്കി കളയാം. പിന്നെ ഇവിടെ 1 0 2 0 പരസ്പരം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്. ബേസിസ് ആകുമ്പോൾ നമുക്ക് എന്ത് വേണം? ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആവണം. പ്ലസ് എന്തും കൂടെ ആവശ്യമുണ്ട്? നമുക്ക് സ്പാൻ ചെയ്യുന്നതും കൂടെ ആവശ്യമുണ്ട്. ഇനി ഓപ്ഷൻ ബി നോക്കിക്കഴിഞ്ഞാലും പരസ്പരം ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആണ്, അല്ലെ? 0 1 0 -3 പരസ്പരം ഡിപ്പെൻഡൻ്റ് ആണ്. അപ്പം ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവാം. അവിടെ നമ്മൾ ഡിറ്റർമിനൻ്റ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ 1 1 3 1ന് ഡിറ്റർമിനൻ്റ് നമുക്ക് വരുന്നത് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കും. അത് മുഖേന നമുക്കത് ലീനിയർലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാനായിട്ട് സാധിക്കുന്നുണ്ടാവും. അപ്പോൾ ഏതെങ്കിലും രണ്ട് വെക്ടേഴ്സ്, ഇപ്പോൾ ഒരു R-നകത്ത് n ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് എന്ത് ഫോം ചെയ്യുന്നുണ്ടാവും? ഒരു ബേസിസ് ഫോം ചെയ്യുന്നുണ്ടാവും. സോ ഇവിടെ നമുക്ക് എന്ത് പറയാം? ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ എന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. V ഈസ് എ വെക്ടർ സ്പേസ് ആൻഡ് T ഫ്രം V to V ഈസ് എ ലീനിയർ മാപ്പ്. അങ്ങനെയാണെങ്കിൽ ഇതിൽ ഏതാണ് ട്രൂ എന്നാണ് നമ്മളോട് ചോദിച്ചിട്ടുള്ളത്. T raised to n ഒരു ലീനിയർ മാപ്പ് ആണ് for all positive integer n. T raised to n is not linear map. T raised to n is linear map for only n, അതായത് odd positive integer. T സ്ക്വയർ ലീനിയർ ആണ്, പക്ഷേ T ക്യൂബ് ലീനിയർ അല്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് കോമ്പോസിഷൻ ഓഫ് ലീനിയർ ട്രാൻസ്ഫോർമേഷൻ എന്താണ്? വീണ്ടും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആണ്. അതായത് കോമ്പോസിഷൻ ഓഫ് ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ഈസ് എഗെയിൻ ലീനിയർ ട്രാൻസ്ഫോർമേഷൻ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് n ടൈംസ് നമ്മൾ എടുത്തു കഴിഞ്ഞാലും നമുക്ക് ഏതൊരു n, ഫോർ എവറി n നമ്മൾ എടുത്തു കഴിഞ്ഞാലും T raised to n നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവും? വീണ്ടും ഒരു ലീനിയർ ട്രാൻസ്ഫോർമേഷൻ ആയിട്ട് നമുക്ക് മാറുന്നുണ്ടാവും. സോ ഓപ്ഷൻ എ ആണ് റൈറ്റ് ആൻസർ ആയിട്ട് നമുക്ക് കിട്ടുന്നുണ്ടാവാം. ഇനി നമ്മുടെ ലാസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ലെറ്റ് A ഈസ് ഈക്വൽ ടു 1 1 0 1 ബി എ 2x2 റിയൽ മെട്രിക്സ്. ദെൻ ഈ തന്നിട്ടുള്ളതിൽ ഏതാണ് ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഓപ്ഷൻ പറയുന്നത് 1 ഈസ് നോട്ട് ദ ഓൺലി ഏഗൻ വാല്യൂ ഓഫ് എ. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു അപ്പർ ട്രയാങ്കുലർ മെട്രിക്സ് ആണ്. അപ്പർ ട്രയാങ്കുലർ മെട്രിക്സിനെ സംബന്ധിച്ചിടത്തോളം ഇവിടുത്തെ ഏഗൻ വാല്യൂസ് വരുന്ന ഡയഗണൽ എൻട്രീസുകളായിരിക്കും. ആ ഡയഗണൽ എൻട്രീസുകൾ എന്ന് പറഞ്ഞാൽ 1 1 നമുക്ക് എന്തായിട്ട് വരുന്നുണ്ടാവും? ഏഗൻ വാല്യൂ ആയിട്ട് നമുക്ക് വരുന്നുണ്ടാവും. അപ്പോൾ 1 മാത്രമേ ഇവിടെ ഏഗൻ വാല്യൂ ആയിട്ടുള്ളൂ. ഇവിടെ ചോദിച്ചിട്ടുള്ളത് 1 ഈസ് നോട്ട് ദ ഓൺലി ഏഗൻ വാല്യൂ എന്നാണ്. അത് ഫോൾസ് ആണ്. 1 മാത്രമേ ഇതിൻ്റെ ഏഗൻ വാല്യൂ ആയിട്ടുള്ളൂ. സോ ഓപ്ഷൻ എ നമുക്ക് ഫോൾസ് ആണെന്ന് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി ഓപ്ഷൻ ബിയിലേക്ക് വരാം. എ ഹാസ് 2 ലീനിയർലി ഇൻഡിപെൻഡൻറ്റ് വെക്ടേഴ്സ് ഏഗൻ വെക്ടേഴ്സ് എന്നാണ് പറഞ്ഞത്. ഇവിടെ ഏഗൻ വാല്യൂസുകൾ സെയിം ആണ്. സെയിം ഏഗൻ വാല്യൂസിന് നമുക്ക് എന്തായിരിക്കും? ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിട്ടുള്ള ഏഗൻ വാല്യൂസ് ആയിരിക്കും ഉണ്ടാവുക, അല്ലേ? ഏഗൻ വെക്ടേഴ്സ് കറസ്പോണ്ടിങ് ടു സെയിം ഏഗൻ വാല്യൂ എന്ന് പറയുന്നത് ലീനിയർലി ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും? ഓപ്ഷൻ ബി നമുക്ക് ഫോൾസ് ആണെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുന്നുണ്ടാവും. ഇനി നമ്മുടെ മൂന്നാമത്തെ ഓപ്ഷൻ പറയുന്നത് എന്താണ്? എ സാറ്റിസ്ഫൈസ് എ പോളിനോമിയൽ ഇക്വേഷൻ വിത്ത് റിയൽ കോഎഫിഷ്യൻസ് ഓഫ് ഡിഗ്രി 2 എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അത് സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. അത് ട്രൂ സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും. നമുക്ക് ഏതൊരു മെട്രിക്സും അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും ബൈ കെയ്ലി ഹാമിൽട്ടൺ തിയറം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു പോളിനോമിയൽ ഇക്വേഷൻ ഇത് ഉറപ്പായിട്ടും സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടാവും. ഇതൊരു 2x2 മെട്രിക്സ് ആയതുകൊണ്ട് ആ നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയലിൻ്റെ ഡിഗ്രി എന്ന് പറയുന്നത് നമുക്ക് എന്തായിരിക്കും? 2 ആയിരിക്കും നമുക്ക് വരുന്നുണ്ടാവുക. സോ ഓപ്ഷൻ സി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നുണ്ടാവുക. ഇനി ഓപ്ഷൻ ഡിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ എ ഈസ് നോട്ട് ഇൻവേർട്ടിബിൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. എ ഇൻവേർട്ടിബിൾ ആണ്. നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മെട്രിക്സ് എന്താണ്? നമുക്ക് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. സോ ഓപ്ഷൻ സി ആണ് റൈറ്റ് ആൻസർ ആയിട്ട് കിട്ടുന്നുണ്ടാവുക. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ലീനിയറുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ള ക്വസ്റ്റ്യൻസ്. നമുക്ക് വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ടെസ്റ്റ് സീരീസുകളുടെ 2 ബാച്ചുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്താം. നമുക്ക് എക്സ്ട്രാ മൈൽ ബാച്ചും അതേപോലെ തന്നെ സ്പ്രിൻറ്റ് ബാച്ചുമായിട്ടുള്ള 2 ബാച്ചുകൾ നമുക്കുണ്ട്. അവിടെ നമുക്ക് രണ്ടിലും നമുക്ക് 30 ഡേയ്സ് എക്സാമിൽ എക്സ്ട്രാ മൈൽ ബാച്ചിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസുകൾ ഉണ്ടാവും ഓരോ ക്വസ്റ്റ്യൻ്റെയും. അതേപോലെ തന്നെ നിങ്ങൾക്കൊരു ഫുൾ ടൈം അവൈലബിൾ ആയിട്ടുള്ള ഒരു മെൻറ്റർ സപ്പോർട്ടും നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് പറ്റുന്നുണ്ടാവും. വെൻ ഇറ്റ് കംസ് ടു സ്പ്രിൻറ്റ് ബാച്ച് അവിടെ നമുക്ക് ആൻസർ കീകൾ മാത്രമേ ഉണ്ടാവുള്ളൂ. ബാക്കി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ സൊല്യൂഷൻസോ മെൻറ്റർ സപ്പോർട്ടോ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ കൺവീനിയൻ്റ് ആയിട്ടുള്ള ബാച്ച് അത് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ കൂടുതൽ വിവരങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു തന്നിരിക്കുന്ന കോൺടാക്ട് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. അതുകൂടാതെ തന്നെ നമുക്ക് രജിസ്റ്റർ ചെയ്യാനായിട്ട് നമ്മുടെ maxion.in എന്ന് പറയുന്ന സൈറ്റിൽ നിങ്ങൾക്ക് രജിസ്റ്റർ ചെയ്യാം. അപ്പോൾ ഇത്രയുമാണ് നമുക്ക് ഓൾജിബ്ര റിലേറ്റഡ് ആയിക്കൊണ്ട് ഈ ഒരു പാർട്ട് വീഡിയോയിൽ നമുക്ക് ലീനിയറും റിങ്ങും ഗ്രൂപ്പുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാനായിട്ടുള്ളത്. താങ്ക് യു.